എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് പുഡിങ്ങാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തേക്കണത്. അതിൻ്റെ ഈ ബ്രൗൺ കളർ സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് ചെറിയ സ്ക്വയർ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഈ ബ്രെഡ് പീസുകൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1/2 കപ്പ് വെള്ളത്തിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കട്ടയൊന്നും കൂടാണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാൻ പോവാണ്. അതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതേ കണ്ടോ, ഇതേപോലെ ഇപ്പം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര ക്യാരമൽ ചെയ്തത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ പുഡിങ് റെഡിയാക്കാൻ വേണ്ടി ഇവിടെ 2 കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയും കൊടുക്കണം. ഒരു 2 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാരമൽ റെഡിയാക്കി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ ആ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ആവി കയറ്റി എടുക്കാം. ഇല്ല വേണ്ട എങ്കിൽ നമുക്കിത് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നമുക്കിത് ആവി കയറ്റണതിന് മുമ്പായി ഇത് ഇതേപോലെ ഒരു അലൂമിനിയം ഫോയിലും വെച്ച് കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. ഞാനിതൊരു 4 മണിക്കൂറോളമാണ് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചത്. ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.